എന്തെങ്കിലും കുറ്റങ്ങൾ ചെയ്തു പോയാൽ നഷ്ടപരിഹാരമോ പിഴയോ തടവ് ശിക്ഷയോ തുടങ്ങി എന്തെങ്കിലുമൊക്കെ വിധിക്കുന്നത് പണ്ടുകാലം മുതലേ നടത്തിപ്പോരുന്ന ഒന്നാണ്. ചെയ്ത കുറ്റത്തിന് പിഴയായി പണമോ ധാന്യങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള സ്വത്തുക്കളോ മറ്റെന്തെങ്കിലും വസ്തുക്കളോ നൽകാനാണ് സാധാരണയായി വിധിക്കാറുള്ളത്. എന്നാൽ പിഴയായി മദ്യം നൽകേണ്ട ഒരിടത്തെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നാൽ അങ്ങനൊരിടമുണ്ട്. അത് മറ്റെവിടെയുമല്ല, നമ്മുടെ ഇന്ത്യയിൽ തന്നെ. ഇന്ത്യയിൽ പലയിടത്തും കോടതികൾ അല്ലാതെ നാട്ടുകൂട്ടം ശിക്ഷ വിധിക്കുന്ന പതിവ് ഇന്നും നിലനിൽക്കുന്നുണ്ട്. ചില തമിഴ് സിനിമകളൊക്കെ നമ്മൾക്ക് അത് കാണിച്ചു തരുന്നുമുണ്ട്. ഇത്തരത്തിൽ ജാർഖണ്ഡിലെ ചൽക്കരി വില്ലേജിലെയും ശിക്ഷ വിധിക്കുന്നത് അവിടുത്തെ നാട്ടുകൂട്ടമാണ്. ഇവിടുത്തെ പിഴകൾക്കൊരു പ്രത്യേകതയുണ്ട്. എന്ത് കുറ്റം തെളിയിക്കപ്പെട്ടാലും പിഴയായി മദ്യം നൽകണം. ബിർഹോർ ഗോത്ര വിഭാഗത്തിൽ പെടുന്ന ആളുകൾക്കിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു പിഴ നിലനിൽക്കുന്നത്. വിശ്വസിക്കാനാകുന്നില്ല അല്ലേ? ബിർഹോർ സമുദായത്തിലെ ആളുകൾ പ്രശ്നം പരിഹരിക്കാൻ പോലീസ് സ്റ്റേഷനിലും കോടതിയിലുമൊന്നും പോകാറില്ല. അവർ അവരുടെ സമുദായത്തിൽ തന്നെ പരിഹരിച്ചു തീർക്കും. നാട്ടുകൂട്ടം ഒത്തുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കുകയും കുറ്റം ചെയ്താൽ വിധി പുറപ്പെടുവിക്കുകയും ചെയ്യും. ഈ വിധി പ്രഖ്യാപിക്കുമ്പോൾ അതിനെ ഒറ്റപ്പെട്ട രീതിയിലല്ലാതെ ആരും തന്നെ എതിർക്കാറുമില്ല. മറ്റെല്ലാ നാട്ടുകൂട്ടങ്ങളെയും പോലെ തന്നെ. എന്നാൽ പിഴയുടെ കാര്യം മറ്റുള്ളവയെ പോലെയല്ല. അടിപിടിക്ക് 2 കുപ്പി മദ്യമാണ് പിഴ. മോഷണക്കുറ്റമാണെങ്കിൽ 5 കുപ്പി മദ്യം, അതിലും വലിയ കുറ്റമാണെങ്കിൽ 10 കുപ്പി എന്ന നിലയിലാണ് പിഴ അടയ്ക്കേണ്ടത്. ഇപ്പോൾ ഏകദേശം 70 കുടുംബങ്ങളാണ് ആകെ ഈ ഗ്രാമത്തിലുള്ളത്. വന്യമൃഗങ്ങളെ വേട്ടയാടുന്നതും നിരോധിച്ചിട്ടുള്ള ഗ്രാമത്തിൽ അരി, വെള്ളം, കാട്ടുചെടികൾ എന്നിവ കൊണ്ടാണ് ഹരിയ എന്ന മദ്യം ഉണ്ടാക്കുന്നത്. സമുദായത്തിലെ എല്ലാ കുടുംബവും തങ്ങളുടെ വീട്ടിൽ ഈ മദ്യം ഉണ്ടാക്കാറുണ്ടത്രേ. ഇത്തരം വിചിത്രമായ ശിക്ഷകൾക്കുള്ള ഒരു ഉദാഹരണം പറയാം. അയൽക്കാരനുമായി വഴക്കിട്ടതിന് ദാലു എന്ന വ്യക്തിയെ കുറ്റക്കാരനായി നാട്ടുകൂട്ടം കണ്ടെത്തുകയും 2 ബോട്ടിൽ മദ്യം പിഴയായി ശിക്ഷ വിധിക്കുകയും ചെയ്യുകയുണ്ടായി. തെറ്റിൻ്റെ വ്യാപ്തി അനുസരിച്ച് പിഴ വിധിക്കുന്ന മദ്യക്കുപ്പികളുടെ എണ്ണം കൂടും. എന്നാൽ വിദേശ മദ്യത്തെ ഗ്രാമം പ്രോത്സാഹിപ്പിക്കാറില്ലത്രേ. സ്വദേശീയമായി ഉണ്ടാക്കിയെടുക്കുന്ന ഹരിയ എന്ന പ്രാദേശിക മദ്യമാണ് ഇത്തരം ശിക്ഷകൾക്കായി നൽകേണ്ടത്. പിൻതലമുറക്കാർ പിന്തുടരുന്ന നിയമങ്ങളാണ് ഗോത്രവിഭാഗം ഇപ്പോഴും പാലിച്ചു പോകുന്നത്. വർഷങ്ങളായി തുടർന്നു പോരുന്ന നിയമം ഗോത്ര വിഭാഗങ്ങൾക്കുള്ളിൽ സമാധാനവും ദൃഢതയും നിലനിർത്താൻ സഹായിക്കുന്നുണ്ടെന്നാണ് ഗ്രാമവാസികൾ പറയുന്നത്. തെറ്റിൻ്റെ സ്വഭാവം അനുസരിച്ചായിരിക്കും ശിക്ഷ വിധിക്കുക. വഴക്കിടുകയാണെങ്കിൽ 2 ബോട്ടിൽ മദ്യവും, മോഷണത്തിന് 5 വരെ മദ്യക്കുപ്പിയും, ഗൗരവമുള്ള കുറ്റമാണെങ്കിൽ 10 വരെ കുപ്പി മദ്യവുമാണ് ശിക്ഷ വിധിക്കുക. പിഴയായി കിട്ടുന്ന മദ്യം വർഷത്തിൽ 3 വട്ടം അവിടെ നടക്കുന്ന ആഘോഷങ്ങൾക്കായാണ് ഉപയോഗിക്കുന്നത്. തങ്ങളുടെ ഗ്രാമത്തിൽ പോലീസിൻ്റെ ആവശ്യമില്ലെന്നാണ് ഇവർ പറയുന്നത്. കഴിഞ്ഞ 65 വർഷത്തിൽ ഒരു പോലീസുകാരൻ പോലും ഗ്രാമത്തിൽ പ്രവേശിച്ചിട്ടില്ലെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തങ്ങൾ പ്രാപ്തരാണെന്നുമാണ് നാട്ടുകാർ പറയുന്നത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ കുറേ മദ്യം സ്റ്റോക്ക് ചെയ്തു വെച്ചിട്ട് കക്കാനും കൊല്ലാനുമൊക്കെ ആളുകൾ ഇറങ്ങിയേനെ. എന്താണെങ്കിലും മദ്യം കൊടുത്ത് ഊരിപ്പോരാമല്ലോ. പക്ഷേ ഈ ഗ്രാമത്തിൽ മദ്യം കൊടുത്ത് രക്ഷപ്പെടാമെന്ന് വിചാരിച്ച് ആരും തന്നെ കുറ്റങ്ങൾ ചെയ്യുന്നില്ലെന്നതാണ് അതിശയകരമായ മറ്റൊരു വസ്തുത. ഇത്തരം ആചാരങ്ങളൊക്കെ ഈ കാലഘട്ടത്തിലും നമ്മുടെ രാജ്യത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യം അത്ഭുതത്തോടെയല്ലാതെ പറയുവാനൊക്കുമോ? ഇതിലുമേറെ വ്യത്യസ്തമായ എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നു അല്ലേ? നിങ്ങൾക്കറിയാവുന്ന മറ്റ് വിചിത്രമായ ആചാരങ്ങൾ കമൻറ്റ് ചെയ്യൂ. അതേ സംബന്ധിച്ചുള്ള വീഡിയോ ചെയ്യാൻ ഞങ്ങൾക്കത് ഉപകരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് വിടാം.